ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂർ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കാൻ നോക്കിയിട്ടും എല്ലാ കോലും ഒടിയുന്നതല്ലാതെ ഒരൊറ്റ കൊള്ളി പോലും കത്തുന്നില്ലേ. അവസാനം ചന്ത രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നീ ഇവിടെ നനഞ്ഞ തീപ്പെട്ടിക്കൊള്ളിയാണോ കൊണ്ടുവച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് തീപ്പെട്ടി ഉരയ്ക്കാൻ അറിയില്ലെങ്കിലും പഴി രേവതിക്കാണല്ലേ. എന്താ വർഷം മോള് തീപ്പെട്ടിയൊന്നും ഉരച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്തിനാ അങ്കിൾ, അതിന് സിഗരറ്റും ബീഡിയൊക്കെ വലിക്കുന്നവർക്കല്ലേ തീപ്പെട്ടി ഉരയ്ക്കേണ്ട കാര്യമുള്ളൂ, പിന്നെ അടുക്കളയിൽ തീപ്പെട്ടി ഉരയ്ക്കുന്നത് ശ്രീകാന്താണ് എന്ന് പറയുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതിയും പരസ്പരം പറയുന്നുണ്ട്, ഇപ്പം കണ്ടോ ആൻറ്റിയുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്, അവളെ തീർച്ചയായിട്ടും ചീത്ത പറയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത് നമ്മുടെ ചന്ദ്രൻ നേരെ ചെന്ന് വർഷയുടെ കയ്യിൽ നിന്ന് തീപ്പെട്ടി മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, വെറുതെ അല്ല മോക്ക് തീപ്പെട്ടി ഉരയ്ക്കാൻ പറ്റാത്തത്, ഇത് നനഞ്ഞ തീപ്പെട്ടിക്കൊള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കയ്യിലിട്ട് ഉരയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു തീപ്പെട്ടിക്കുള്ളി എടുത്ത് കത്തിക്കുകയാണെ. അന്നേരം രവി ചോദിക്കുന്നുണ്ട്, ഇത്ര വേഗം തീപ്പെട്ടിയുടെ തണുപ്പ് മാറിയ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ കയ്യിലിട്ട് ഉറച്ചില്ലേ, അന്നേരം തീപ്പെട്ടി ഓക്കെ എന്ന് പറയുകയാണ് കേട്ടോ. ചന്ദ്ര ഉരച്ചു കൊടുത്ത് ആ തീപ്പെട്ടിക്കുള്ളി ഉപയോഗിച്ചാണ് വർഷ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഈ സമയം തന്നെ രേവതി അങ്ങോട്ടേക്ക് ഉപ്പും മുളകായിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിലും നമ്മുടെ വർഷ പക്വതയില്ലായ്മ ശരിക്കും തന്നെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇരുവരെയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് വരികയാണ്. അവിടെ നടക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പഴവും കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചടങ്ങിനിടയ്ക്കാണ് രവിയുടെ സുഹൃത്ത് അശോകൻ അങ്ങോട്ടേക്ക് വരുന്നത്. അശോകനെ വർഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ശ്രുതിയോടായിട്ട് ചന്ദ്ര പറയുന്നത്, മോളെ ശ്രുതി, രേവതിയുടെ കയ്യിൽ നിന്ന് പാല് മേടിച്ചുകൊണ്ട് വായെന്ന് പറയാൻ കേട്ടോ. ശ്രുതിയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ രേവതിയുടെ ഇരുന്ന് പാല് മേടിച്ചിട്ട് പറയുന്നുണ്ട്, വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാനാണ്, ഞാൻ കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന സമയത്ത് ചന്ദ്ര വേഗം കയ്യിൽ നിന്ന് പാല് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഞാൻ കൊടുത്തോളം വർഷം മോൾക്ക് എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിലോ രേവതിയുടെ മുന്നിൽ വെച്ച് നാണം കിട്ടൊരവസ്ഥയിൽ ചമ്മിനാറി നിൽക്കുകയാണ്. പിന്നീട് പാലുമായി വന്നതിന് ശേഷം ശ്രീകാന്തയിൽ പാല് കൊടുത്തിട്ട് ശ്രീകാന്ത് മോൻ പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി വർഷയ്ക്ക് കൊടുക്കാൻ പറയാണ്. വേഗം തന്നെ വർഷ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പാല് മേടിച്ചിട്ട്, അതെന്താ ആൻറ്റി ഈ വീട്ടിലൊരൊറ്റ ഗ്ലാസ്സുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, ഇതൊരു ചടങ്ങാണെന്ന് ചന്ദ്ര മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. അതെയോ, എങ്കിൽ ആദ്യം ഞാൻ കുടിക്കാം, എന്തായാലും പപ്പാതി വെച്ച് കുടിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ആദ്യമേ തന്നെ പാല് മേടിച്ച് കുടിക്കുകയാണ്. ബാക്കി പകുതി ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ പഴം കൊടുക്കുന്ന ചടങ്ങിനകത്തും ആദ്യം തന്നെ കഴിക്കുന്നത് വർഷയാണ്, ബാക്കിയാണ് ശ്രീകാന്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും കണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. എന്നിരുന്നാലും പണക്കാരിയായ മരുമകളായതുകൊണ്ട് തന്നെ വർഷയെ ഒന്നും പറയാനായിട്ട് ചന്ദ്രയ്ക്ക് സാധിക്കുന്നുമില്ല. ശ്രുതിയാണെങ്കിൽ വർഷയുടെ പെരുമാറ്റം കണ്ടിട്ട് അവളെപ്പറ്റി ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതി അശോകനും രവിയും ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ വർഷയെ നോക്കുവാണ് കേട്ടോ. അതിനുശേഷം രവി അശോകനെയും കൂട്ടിക്കൊണ്ട് പെൻഷൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. കാരണം അന്ന് ആക്സിഡൻറ്റ് നടന്നതിൻ്റെ എന്തെങ്കിലും ഒരു തുക ഓഫീസിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് മേടിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അശോകൻ രവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ശ്രീകാന്തിൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് 3 മരുമക്കളുണ്ട്, 3 പേരെയും ഞാൻ ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത്, എന്നാൽ രേവതിയെ പോലെ ആരും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അശോകൻ എന്ത് സമ്മതിക്കുകയാണ്. ഇതേ സമയം തന്നെ ചന്ദ്ര അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം ഇതുവരെ ഭക്ഷണം ആയില്ലേ എന്ന് രേവതിയോട് ചോദിക്കുകയാണ്. ആവുന്നതേ ഉള്ളൂ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും, അതെന്താ ഇതുവരെ ആവാത്തത്, വർഷയ്ക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി കാണും, പാവം മോള്, അവൾ നിന്നെ പോലെ ഒന്നും അല്ലല്ലോ, പണക്കാരിയായിട്ടുള്ള ഒരാളുടെ മോളല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം രേവതിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട്, അതെ നീ അടുക്കളയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, വർഷയോട് വലിയ കമ്പനിയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അവൾ നിന്നെപ്പോലെ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നും വന്നതല്ല, നീ എവിടെ കിടക്കുന്നു, എൻ്റെ മരുമകൾ വർഷ എവിടെ കിടക്കുന്നു, അതുകൊണ്ട് നീ വലിയ ഭാരിച്ച കാര്യങ്ങളും തിരക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ വർഷ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ആ ഗഡ്ഡി വെട്ടിയ അവസ്ഥയിലാവട്ടെ. കാരണം പണക്കാരിയായ മരുമോൾ ഇന്ന് വീട്ടിലേക്ക് വന്ന് കയറിയുള്ളൂ, അപ്പം തന്നെ അവൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. വേഗം രേവതിയായിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ അവളോട് വല്ലതും പറഞ്ഞോ, അവൾ ഇവിടുന്ന് പോകണമെന്നൊക്കെ പറയുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാനും കേട്ടമ്മേ, ഞാൻ ഇത്ര നേരം അമ്മയുടെ കൂടെ തന്നെ നിൽക്കല്ലായിരുന്നോ, നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോളെ വർഷേ മോൾ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ് വർഷയുടെ അടുത്തേക്ക്. അവിടെ ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെ നിൽപ്പുണ്ടാവും. ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ ശ്രീകാന്ത്, നീ എന്താ എൻ്റെ മോളോട് പറഞ്ഞത്, അവൾ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എനിക്കറിയില്ല അമ്മതേ, അവൾ നിൽക്കുന്നു എന്ന് പറയാൻ കേട്ടോ. വേഗം തന്നെ വർഷ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, മോൾ എന്തിനാ മോളെ എവിടെ നിന്ന് പോകുന്നത്, മോളെ ആരും എവിടെ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ആൻറ്റി, ഇന്നത്തേക്ക് അത്യാവശ്യം പോകേണ്ട ഒരു പ്രൊമോയുടെ ഡബ് ചെയ്ത് കൊടുത്താണെന്ന് വർഷ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ആശ്വാസമാവുന്നത്. വേഗം തന്നെ രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട്, ഞാനാകെ പേടിച്ചു പോയി വർഷ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലേക്ക് പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ല, അടുക്കളയിലേക്ക് പൊക്കെ എന്ന് പറയാൻ കേട്ടോ. കാരണം നമ്മുടെ രേവതിയും വർഷയും തമ്മിൽ അടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തന്നെ ചന്ദ്ര നടത്തുന്നുണ്ട്. കാരണം ചന്ദ്രയുടെ വിചാരമെന്ന് പറഞ്ഞാൽ ഇരുവരും തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ തന്നെ ഒറ്റപ്പെടുത്തുമല്ലോ എന്നൊരു ചിന്തയാണ് കേട്ടോ. ശേഷം ശ്രുതിയോടായിട്ട് ഈ വീട് മുഴുവൻ വർഷയെ ചുറ്റിക്കാണിക്കാനായിട്ട് ചന്ദ്ര പറയുകയാണ്. ശ്രുതി സമ്മതം പറയേണ്ട താമസം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ മോളെ വീട് ചുറ്റിക്കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട് ചുറ്റിക്കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ
കാണുമ്പോൾ തന്നെ ശ്രുതി ചിന്തിക്കുന്നുണ്ട്, ആൻറ്റിയും അവളും ഇത്രയും അടുക്കാൻ പാടില്ല, ഇത് എനിക്ക് ദോഷമാണെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് വർഷ പറയുകയാണ്, ഇത് നല്ല നീറ്റായിട്ടുള്ള റൂമാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇരുവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ചന്ദ്ര പറയുന്നുണ്ട്, അവരിങ്ങനെ എൻ്റെ മരുമകൾ ശ്രുതി ഇങ്ങനെയാണ്, അവൾക്ക് എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടുകൂടി ചെയ്യാനറിയാം. അതുമാത്രമോ മലേഷ്യയിലുള്ള പണക്കാരനായ ഒരു അച്ഛൻ്റെ മോളല്ലേ ശ്രുതി, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ നീറ്റും വൃത്തിയും എല്ലാം തന്നെ ശ്രുതിക്കുണ്ടാകും എന്നൊക്കെ ചന്ദ്ര പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രേവതി ഒഴികെ ബാക്കി എല്ലാവരും ഹാളിലിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇരുവരെയും ചേർത്ത് പിടിച്ചിട്ട്, അതായത് ശ്രുതിനെയും വർഷയും ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മരുമക്കളാണ് നിങ്ങളാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറയുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഇരുവരെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. രേവതി വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ചന്ദ്ര വേഗം പറയുന്നുണ്ട്, അടുക്കളയിൽ ഇത് ചാടുന്ന ശബ്ദം കേട്ടല്ലോ, നീ അടുക്കളയിലേക്ക് ചെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ഒരു കാര്യം വൃത്തിക്കും മെനക്കും ചെയ്യാൻ അവൾക്കറിയില്ല, ഒരു മെനക്കെട്ട് ദാരിദ്ര്യം പിടിച്ച സ്വഭാവമാണ് അവക്കടേത്, ഒന്നും തന്നെ മെനക്ക് ചെയ്യില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും, അങ്ങനെയല്ല ആൻറ്റി, രേവതി അടുത്ത് കാരണമാണ് ഞാനിവിടെ വന്നത്, എൻ്റെ അച്ഛനോടും അമ്മയോട് സംസാരിച്ച് ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കി തന്നതും രേവതി അടുത്താണെന്ന് പറയുമ്പോഴത്തേക്കും രേവതിനെ പറ്റി വർഷ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്കും വർഷയ്ക്കും എല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.